അപ്പോൾ SSC GD കോൺസ്റ്റബിളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ മെസ്സേജ് ആയിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് മെസ്സേജ് ലഭിച്ചിട്ടില്ല എന്ന് കരുതി വിഷമിക്കേണ്ട. വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കുക. കംപ്ലീറ്റ് വിവരങ്ങൾ ഇപ്പോൾ വന്നിട്ടുള്ള അപ്ഡേറ്റുമായി ബന്ധപ്പെട്ടത് നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് ഇന്ന് ഉച്ച മുതലാണ് ഈ ഒരു അപ്ഡേറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുള്ളത്. അതിനുശേഷം സൈറ്റ് ലാഗാണ്, സൈറ്റിൻ്റെ പ്രശ്നമാണ്, സൈറ്റിൽ കയറിയിട്ട് കിട്ടുന്നില്ല. ഒരുപാട് പേര് മറ്റ് ആശങ്കകൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സൈറ്റിൻ്റെ പ്രശ്നമാണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വൈകിയ വേളയിലാണെങ്കിലും ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു രീതിയിലുള്ള മെസ്സേജാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ന് ഉച്ച മുതൽ വന്നിട്ടുണ്ടായിരുന്നത്. ടൈം നിങ്ങൾക്ക് കാണാൻ സാധിക്കും 1:13, അതായത് 1:15 മുതലാണ് ഈ ഒരു മെസ്സേജ് ഉദ്യോഗാർത്ഥികളിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ ക്ലാരിറ്റി കുറച്ച് കുറവായിരിക്കും, എങ്കിലും നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും. ഇനി വരാത്തവർക്ക് ഇതിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇതിൽ പ്രധാനമായിട്ടും പറയുന്നത്, ഡിയർ കാൻഡിഡേറ്റ് പ്ലീസ് വിസിറ്റ് SSCയുടെ KKR വെബ്സൈറ്റ് ആണ് പറയുന്നത്. നോ ദി സിറ്റി ഓഫ് വെന്യൂ, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ആൻഡ് ഷിഫ്റ്റ് ഓഫ് കോൺസ്റ്റബിൾ GD. അതായത് GD കോൺസ്റ്റബിളിന് മുൻപ് ഒരു അപ്ഡേറ്റ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മുൻപ് ഒരു അപ്ഡേറ്റ് വന്ന കാര്യം വീഡിയോ ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ആയിരുന്നു. അതിൻ്റെ വീഡിയോൻ്റെ ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ കാണുന്നത്. ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് വന്നു എന്ന് പറഞ്ഞ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ ലിങ്കിൽ നിങ്ങൾ കയറിയിട്ട് അതിൽ അഡ്മിറ്റഡ് എന്ന്, സ്റ്റാറ്റസ് അഡ്മിറ്റഡ് എന്ന് കാണിച്ച ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ് വന്ന് തുടങ്ങിയിട്ടുള്ളത്. ഇതിൽ പറയുന്നത് എപ്പോഴാണ് നിങ്ങളുടെ എക്സാം നടക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നമുക്കതിലേക്ക് കടക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ആദ്യം വന്നിട്ടുള്ള അപ്ഡേറ്റിൽ അഡ്മിറ്റഡ് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റിലേക്ക് എൻ്റർ ആവാൻ സാധിക്കത്തുള്ളൂ. അതായത് ഇത് ചെക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. പറഞ്ഞു വന്നതുപോലെ തന്നെ സൈറ്റ് ഇപ്പോൾ ഏകദേശം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആരെങ്കിലും ചെക്ക് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഇനി പറയാൻ പോകുന്ന മെത്തേഡിൽ നമ്മുടെ SSC GD കോൺസ്റ്റബിളിൻ്റെ എക്സാമിനേഷൻ ഡേറ്റും കാര്യങ്ങളും ഷിഫ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതിനായിട്ട് നിങ്ങൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, അതായത് KKR റീജിയൻ്റെ വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യമായിട്ട് ക്ലിക്ക് ചെയ്ത് ടു നോ ദി വെന്യൂ, സിറ്റി, ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ ആൻഡ് റിപ്പോർട്ടിംഗ് ടൈം, അതുപോലെ തന്നെ കോൺസ്റ്റബിൾ GD സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് ആണ്. അപ്പോൾ അതിൻ്റെ എക്സാം നടക്കുന്ന ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് 20 ഫെബ്രുവരി മുതൽ ഏകദേശം മാർച്ച് മാസം നിങ്ങൾക്ക് 7-ാം തീയതി വരെയാണ് പരീക്ഷ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ അഡ്മിറ്റ് കാർഡ്, നമ്മുടെ അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്ന സമയം എന്ന് പറയുന്നത് ഷാൽ ബി അപ്ലോഡഡ് 3 ദിവസം മുതൽ 7 ദിവസം വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ബിഫോർ ദി ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ, അതായത് നിങ്ങൾക്ക് എപ്പോഴാണോ എക്സാം, ഇപ്പോൾ 20-ാം തീയതിയാണ് പരീക്ഷയെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 20-ന് 7 ദിവസം മുമ്പോ, അല്ലെങ്കിൽ 20-ാം തീയതിക്ക് 7 ദിവസം മുമ്പോ, അല്ലെങ്കിൽ 3 ദിവസം മുൻപോ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും. മേ ബി 7 ദിവസം മുമ്പ് ലഭിക്കാം, അല്ലെങ്കിൽ 5 ദിവസം മുമ്പ് ലഭിക്കാം. കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ല. എന്തായാലും നിങ്ങളുടെ എക്സാമിന് 7 ദിവസം മുൻപ് മുതൽ തന്നെ നിങ്ങൾ റെഗുലറായിട്ട് ഈ ഒരു സൈറ്റ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. എല്ലാവർക്കും ഇപ്പോൾ ഈ ഒരു മെസ്സേജ്, നമ്മൾ തുടക്കത്തിൽ കാണിച്ചിട്ടുള്ള മെസ്സേജ് വരണമെന്നുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡേറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഒരു ഡേറ്റിന് 3 ദിവസം മുമ്പ് ഉറപ്പായിട്ടും ചെക്ക് ചെയ്യുക. കാരണം അഡ്മിറ്റ് കാർഡ് എടുത്താലേ എക്സാമിന് പോകാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുക. അഡ്മിറ്റ് കാർഡ് ഇപ്പോൾ ലഭിക്കത്തില്ല. നിങ്ങളുടെ എക്സാമിന് 3 ദിവസം മുമ്പോ 7 ദിവസം മുമ്പോ എന്നാണ് വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കിതെങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഒരു ഷിഫ്റ്റും വെന്യൂവും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് ഡയറക്റ്റ്ലി താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ KKRൻ്റെ വെബ്സൈറ്റിൽ എൻ്റർ ആവണം എന്നുള്ള ആവശ്യമില്ല. ഡയറക്റ്റ്ലി താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും. രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഡേറ്റ്, മന്ത്, ഇയർ എന്നുള്ള ഈ ഒരു ഓർഡറിൽ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. 0 വേണ്ട ഭാഗത്ത് 0 കൃത്യമായിട്ട് ഇട്ട് കൊടുക്കുക. അതായത് 2-ാം മാസമാണെങ്കിൽ ജസ്റ്റ് 2 എന്നിട്ട്, അതായത് ഫെബ്രുവരിയിലാണ് ഒരു ഉദ്യോഗാർത്ഥി ജനിച്ചതെങ്കിൽ ജസ്റ്റ് 2 എന്നിടാതെ 02 എന്നിട്ടിട്ട് സ്ലാഷ് ഇട്ടിട്ട് പിന്നെ വർഷം എഴുതുക. ഡേറ്റ്, മന്ത്, ഇയർ. ഒരു എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ഓർഡറിൽ നിങ്ങൾ ഇട്ടാൽ മതി. സോ ആ ഒരു കറക്റ്റ് മെത്തേഡിൽ ഇട്ടതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഐ ഹാവ് നോട്ടഡ് ദി എബോ ഇൻസ്ട്രക്ഷൻ എന്നുള്ള കാര്യം ആൻഡ് ഐ അഗ്രി എന്നുള്ള കാര്യം കൊടുത്തുകൊണ്ട് ചെക്ക് എക്സാമിനേഷൻ സ്റ്റാറ്റസ് എന്നുള്ള ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നിങ്ങൾക്ക് അറിയില്ല എന്നുള്ള ഒരു അവസ്ഥയാണെങ്കിൽ, if you do not know your registration number, please click here എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ പേര് ആദ്യത്തെ 4 ക്യാരക്ടേഴ്സ് മാത്രം എഴുതുക. മുഴുവൻ എഴുതേണ്ട, ആദ്യത്തെ 4 അക്ഷരങ്ങൾ മാത്രം, ഇംഗ്ലീഷിലുള്ള ആദ്യത്തെ 4 ആൽഫബറ്റ് മാത്രം കൊടുക്കുക. അതിനുശേഷം ഫാദറിൻ്റെ നെയിമും അതുപോലെ തന്നെ 4 അക്ഷരങ്ങൾ മാത്രം. പിന്നെ എൻ്റർ യുവർ ഡേറ്റ് ഓഫ് ബർത്ത്, അതായത് കാൻഡിഡേറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് സെർച്ച് എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും
താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ എക്സാമിനേഷന് പോകുമ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അഡ്മിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ റിലീസ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു വീഡിയോ ഇതിനെ സംബന്ധിച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെ ഡെലിവറി ചെയ്യുന്നതായിരിക്കും.